ദ ജേർണലിസ്റ്റിലേക്ക് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. കേരളത്തിൽ ഒരു UDF തരംഗം ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള പല സർവേ ഫലങ്ങളും ഇതോടകം പുറത്തു വന്നു കഴിഞ്ഞു. 6-ൽ 4 കോർപ്പറേഷനുകളും 50-ലധികം മുനിസിപ്പാലിറ്റികളും കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് 40% കൂടുതൽ പഞ്ചായത്തുകളുടെ ഭരണവും അടക്കം കോൺഗ്രസിനൊരു വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നിരവധി സർവേകളുടെ ഫലങ്ങൾ നൽകുന്ന സൂചന. പല രാഷ്ട്രീയ നിരീക്ഷകരുടെയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വിദഗ്ധരുടെയും ഒക്കെ പ്രവചനങ്ങളും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ കേരളത്തിൽ അതിശക്തമായൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഭരണവിരുദ്ധ വികാരമാണ് പ്രാഥമികമായി കോൺഗ്രസിന് UDFന് വോട്ട് ബാങ്കായി മാറുന്നത്. അതായത് പിണറായി സർക്കാർ ഇനി അധികാരത്തിൽ വരരുത്, LDF സർക്കാരിൻ്റെ ഭരണം ഇനി കേരളത്തിന് വേണ്ട എന്ന് തീരുമാനിച്ചുറപ്പിച്ച വലിയൊരു വിഭാഗം ആളുകൾ സംഘടിതമായി കോൺഗ്രസിന് UDFന് വോട്ട് ചെയ്യാൻ തുനിഞ്ഞിട്ടുണ്ട് എന്നാണ് ചില നിരീക്ഷണങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അതെൻ്റെ അഭിപ്രായമല്ല, ഞാൻ പൊതുവിൽ ഇതുമായി ബന്ധപ്പെട്ട സർവേ ഫലങ്ങൾ വിലയിരുത്തിയതിന് ശേഷം പറയുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ പിണറായി സർക്കാരിൻ്റെ കൊള്ള, സ്വർണ്ണക്കൊള്ള, ശബരിമല വിഷയം, ഇതൊന്നും ചർച്ചയാക്കാതെ കേരളത്തിൻ്റെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരായ ഒരു വലിയ വികാരമുണ്ട്. പക്ഷെ അതൊന്നും തെരഞ്ഞെടുപ്പ് കളത്തിൽ ചർച്ചയാക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളാണ് അല്ലെങ്കിൽ പ്രചാരണമാണ് CPM-ഉം സർക്കാരും സ്വീകരിച്ചത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ, UDFന് അത് തിരിച്ചടിയാകുമോ എന്നൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്ന ആശങ്ക. പക്ഷേ രാഹുലിനെ പുറത്താക്കിയതോടെ UDFന് നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാഹുൽ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയില്ല. UDFന് വലിയൊരു വിജയം ഉണ്ടാകുമെന്ന് K. സുധാകരൻ തന്നെ വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് നമുക്ക് കേൾക്കാം. അതിലുണ്ട് പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിലൊന്നും ഒരു തിരിച്ചടിയും ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. 100%. ഞാൻ ചോദിക്കുന്നത് ഇത് 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 ആദ്യത്തേതാണോ? CPM-ന്റെ എത്ര നേതാക്കന്മാരുടെ ചരിത്രമുണ്ട്? എത്ര പേരുടെ പേരിൽ ആരോപണമുണ്ട്? എന്തേ അതൊന്നും പുറത്തു പറയാത്തത്? സ്ത്രീലമ്പടന്മാരുടെ ഒരു വിഷയം എന്നുള്ള രീതിയിലാണ് പിണറായി അതിനെ വിശേഷിപ്പിച്ചത്. അതെ, അത് അദ്ദേഹത്തിന്റെ അല്പത്തരം. അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് അദ്ദേഹം തന്നെ അത് ഇത് പറയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെന്താ അർത്ഥം? അയാളിനെ സമ്മതിക്കല്ലേ? എന്റെ അർത്ഥം. അല്ല, അടൂർ പ്രകാശ് ദിലീപിനെ അനുകൂലിക്കുന്നു. അല്ല, അടൂർ പ്രകാശ് അത് തിരുത്തി. സോവർ തിരുത്തിയല്ലോ അടൂർ പ്രകാശ്. അല്ല, ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ വരുമ്പോൾ അത് ബാധിക്കുക UDFനെയും കോൺഗ്രസിനെയും? ഞങ്ങളെ ബാധിക്കില്ല. ഞങ്ങൾ UDFനൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ഈ സംഭവങ്ങളൊക്കെ ഇതുപോലെ 100 സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് ഇടതുപക്ഷത്തിൻ്റെ അകത്ത് ഒരുപാട് അവരാണ് ഏറ്റവും കൂടുതൽ പ്രതികളെന്ന് പറയുന്നത്. അത്തരം പ്രതികളൊക്കെ അവരാണ് ഏറെയും. കോൺഗ്രസിൻ്റെ അകത്ത് അങ്ങനെയൊന്നും ആളുകളില്ല ഏറെ. കേസ് ഇന്നും ജമാഅത്തെ ഇസ്ലാമി വിഷയം വീണ്ടും ചർച്ച. നോക്കുക, രാഹുൽ വിഷയത്തിൽ ഒരു പ്രശ്നവുമില്ല, ഒരു പ്രതിസന്ധിയും ഉണ്ടായിട്ടില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം തീർത്ത് പറയുമ്പോൾ അത് വിശ്വസിക്കുക തന്നെ വേണമെന്നാണ് എൻ്റെയും പക്ഷം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനലുകൾ ചർച്ച ചെയ്താലും ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ജനകീയ വിഷയങ്ങൾ, തങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണം. ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി UDFിലേക്ക് ഇപ്രാവശ്യം മുതൽ പോൾ ചെയ്യുന്നുണ്ട്. അതായത് സംഘപരിവാറും CPM-ഉം തമ്മിൽ, BJP-യും CPM-ഉം തമ്മിൽ CJP എന്ന ഒരു അനൗദ്യോഗിക അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അത് കൃത്യമായി നമ്മുടെ സമൂഹത്തിൽ പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്, പ്രതിഫലിക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ സംഘപരിവാർ വിരുദ്ധ നിലപാടുള്ളവരൊക്കെ കോൺഗ്രസിനെ പിന്തുണയ്ക്കണമെന്നുമുള്ള ഒരു വാദം കൃത്യമായി തന്നെ മുസ്ലിം ന്യൂനപക്ഷ മേഖലകളിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവ മേഖലയിലും കാസ പോലുള്ള സംഘടനകൾ ഉപയോഗിച്ച് ക്രൈസ്തവതയ്ക്കുള്ളിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ വലിയ തീവ്രതയും വർഗീയതയും ആളിക്കത്തിക്കാനുള്ള BJP ശ്രമത്തിനെതിരെ നിൽക്കുന്ന ക്രൈസ്തവർ ഇതിനെതിരെയുള്ള ഒരു പരിഹാരമെന്ന നിലയിൽ കൃത്യമായി കോൺഗ്രസിനോട് അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്, UDFനൊപ്പം നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വോട്ടുകളിലുള്ള ഒരു വലിയ കുതിപ്പ് കോൺഗ്രസ്സിന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ
ഒരു വലിയ പിന്തുണ കോൺഗ്രസിനുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരെ സ്വർണ്ണക്കൊള്ള വിഷയത്തിലുള്ള പ്രതിഷേധം കോൺഗ്രസിനുള്ള UDFനുള്ള വോട്ടായി നൽകണമെന്ന തീരുമാനമെടുത്തിട്ടുള്ള വലിയൊരു വിഭാഗം വിശ്വാസികളുണ്ട്. കഴിഞ്ഞ ശബരിമല വിഷയമുണ്ടായ സമയത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ വിജയമുണ്ടായിട്ടുണ്ട് കേരളത്തിൽ. സ്വാഭാവികമായിട്ടും ശബരിമല വിഷയത്തിൽ എപ്പോഴും സർക്കാരിനെതിരായ ജനങ്ങളുടെ ഹിതം, ജനങ്ങളുടെ ചിന്ത, ജനങ്ങളുടെ തീരുമാനം അതെപ്പോഴും ഗുണം ചെയ്തിട്ടുള്ളത് UDFനാണ്, കോൺഗ്രസിനാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അനുകൂലമായിട്ട് അത്തരത്തിലുള്ള വോട്ട് ബാങ്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CPMനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഇടതുപക്ഷ മുന്നണിക്ക് മാത്രം വോട്ട് ചെയ്തിരുന്ന പല വോട്ടർമാരും ഇക്കുറി വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇടതുപക്ഷ സർക്കാരിനോട് ഐക്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ CPMനോട് ആഭിമുഖ്യമുണ്ടായിരുന്ന, CPMന് വോട്ട് ചെയ്തിരുന്ന വലിയ തോതിൽ ആളുകൾ വോട്ട് ചെയ്യാതെ പോയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 കേരളം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ കൃത്യമായി പറയുന്നുണ്ട് LDFന് വ്യാപകമായിട്ട് വോട്ട് നഷ്ടമുണ്ടായിട്ടുണ്ട്. അതിൽ LDFന് വലിയ ആശങ്കയുണ്ട്. അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരിച്ചടിയാകുമോ എന്ന ഭയമുണ്ട് എന്ന നിലയിലൊരു വാർത്ത വന്നിരുന്നു. അത്തരത്തിൽ പല പ്രചാരണങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് CPM കൊടുത്താൽ പകരം BJPക്ക് കുറച്ച് നിയമസഭാ സീറ്റുകളിൽ CPM സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്, അങ്ങനെ ഒരു ഡീല് നടന്നിട്ടുണ്ട് എന്ന് ചില കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ബോധപൂർവം വോട്ട് മറിച്ചതോ വോട്ട് ചെയ്യാതിരുന്നതോ ഒക്കെ ആണോ എന്നറിയില്ല. പക്ഷെ എന്തായാലും ഇത്തരത്തിൽ BJPയും CPMും കേരളത്തിൽ പല കാര്യങ്ങളിലും ഒരു ഡീലുണ്ടാക്കിയിട്ടുണ്ട്. മോദിയുമായി സമരസപ്പെട്ടു പോകുന്നയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പഴയ തരത്തിലുള്ള സംഘപരിവാർ വിരുദ്ധതയൊന്നും CPMൻ്റെ, കേരളത്തിലെ CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന PM ശ്രീ പദ്ധതി അടക്കം നടപ്പാക്കിയവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന കൃത്യമായ പ്രചാരണം കോൺഗ്രസ് നടത്തിയത് കൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ അത് ശക്തമായി ഉറപ്പിക്കാൻ കോൺഗ്രസിന് UDFന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നൊരു കാഴ്ചയാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അങ്ങനെ ഉണ്ടായാൽ ഉറപ്പിച്ചോളൂ, കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒരു വലിയ തരംഗം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകും. പ്രത്യേകിച്ച് CPM അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായ പെണ്ണ് കേസെടുത്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ കോൺഗ്രസിനെ സ്ത്രീലമ്പടന്മാരുടെ പാർട്ടി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ നോക്കിയെങ്കിലും കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇതൊന്നും ജനങ്ങൾ മുഖവിലക്കെടുത്തിട്ടില്ല എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. കോൺഗ്രസിൻ്റെ ആഭ്യന്തര സർവേയിലും കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പല ജില്ലകളിലും പാർട്ടിക്ക് ക്ഷീണമുണ്ട്, പല കമ്മിറ്റികളും പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട്, പല കമ്മിറ്റികളും നിസ്സംഗമാണ്, പല ഇടങ്ങളിലും കോൺഗ്രസ്സിന് ഇടറിച്ച വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും കോൺഗ്രസ് ഒന്ന് ഒത്തുപിടിച്ചാൽ, ശക്തമായി UDF സംവിധാനം ഒറ്റക്കെട്ടായി നിന്നാൽ തീർച്ചയായിട്ടും ഭരണം പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നൽകുന്ന ജനഹിതമായിരിക്കും, ജനവിധിയായിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്ന ഉറച്ച ബോധ്യം UDFനുള്ളിലുണ്ട്, കോൺഗ്രസിനുള്ളിലുണ്ട്. ഈ ചെറിയ വിഷയങ്ങളൊക്കെ കൊണ്ടുവന്ന് ശ്രദ്ധ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ പൊതുജനങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മറ്റ് വിഷയങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടു പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല. കോൺഗ്രസിനും UDFനും വലിയ വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഹൈന്ദവ വോട്ട് ബാങ്കും ന്യൂനപക്ഷ വോട്ട് ബാങ്കും പൊതുജനങ്ങൾ മൊത്തത്തിലും CPMനെതിരായി നിലപാട് സ്വീകരിക്കുന്നുണ്ട്. BJPക്കെതിരായി നിലപാട് സ്വീകരിക്കുന്നവർ അവസാന പ്രതീക്ഷയായി കാണുന്നത് കോൺഗ്രസിനെയാണ്, UDFനെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ കുത്തൊഴുക്ക് കോൺഗ്രസിലേക്ക് വരുന്നതിന് ട്രെൻഡ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. പക്ഷേ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും സുശക്തമായ കേഡർ സംവിധാനമുള്ള CPMന് തന്നെയാണ് അല്ലെങ്കിൽ LDFന് തന്നെയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഒരു മുന്നേറ്റം ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇത്തവണ കോൺഗ്രസിനും ഒരു ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂചനയായി വിലയിരുത്താൻ സാധിക്കും. എന്ന് വെച്ചാൽ UDFനൊരു വലിയ മുന്നേറ്റം ഉണ്ടായാൽ CPMൻ്റെ തുടർ ഭരണ പ്രതീക്ഷയ്ക്ക് ഒരു വലിയ മങ്ങലേൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.